Next question. Dimension method helps in converting the units from one system to another. Name the principle used for the above purpose. Using the dimensions, prove 1 Newton is equal to 10 raised to 5 dynes. നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് പറഞ്ഞ സമയത്ത് 3 ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഒന്നാമത്തത് എന്തായിരുന്നു? ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അതിന്റെ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. മിക്കവാറും ഒരു പ്രോബ്ലം എക്സാമിന് ഉണ്ടാവും. രണ്ടാമത്തെ എന്തായിരുന്നു? ടു ഡിറൈവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് എന്താണ്? ഒരു യൂണിറ്റ്സിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് ആപ്ലിക്കേഷൻ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റൻ കൊടുത്തേക്കണേ. അതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നമ്മുടെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതും ഒന്ന് ചെയ്ത് പഠിക്കണം നിർബന്ധമായിട്ട്. ഓക്കെ, അതിന് ഒന്നാമത്തെ എ പാർട്ട് ചെയ്യാം. എന്താണ് എ പാർട്ട് എന്ന് പറയുന്നത്? നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഫോർ ദി എബോവ് പർപ്പസ്. ഏതാ പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അല്ലെ. ഒരു മാർക്ക് അവിടെ കിട്ടി, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നെക്സ്റ്റ് നമുക്ക് ബി പാർട്ട് നോക്കാം. യൂസിംഗ് ഡയമെൻഷൻസ് പ്രൂവ് 1 Newton is equal to 10 raised to 5 times അല്ലെ. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ തേർഡ് ആപ്ലിക്കേഷനാണ്. ഒരു യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ന്യൂട്ടൺ എന്താ? അത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഏത് സിസ്റ്റത്തിലാണ്? SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ ഫോഴ്സിന്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ഡൈൻസ് എന്ന് പറയുന്നത്. രണ്ടും ഫോഴ്സ് തന്നെയാണ്, പക്ഷെ സിസ്റ്റം മാറി. ഒന്ന് SI ആണെങ്കിൽ ഒന്ന് എന്താണ്? ഒന്ന് CGS ആണ്. CGS ആണ്. എന്താ വ്യത്യാസം? SI ആണെങ്കിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, മാസ് കിലോഗ്രാമിലാണ്, ടൈം സെക്കൻഡിലാണ്. CGS ആണെങ്കിലോ പേര് തന്നെ ഉണ്ട്, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ലെങ്ത് സെന്റിമീറ്ററിലാണ്, മാസ് ഗ്രാമിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പൊ ടൈം അവിടെ സെയിം ആണ്, പക്ഷെ മാസും ലെങ്തും ഡിഫറെന്റ് ആണ്. SI ആണെങ്കിൽ മീറ്ററും കിലോഗ്രാം ആണ്, പക്ഷേ CGS ആണെങ്കിലോ സെന്റിമീറ്ററും ഗ്രാമും ആണ്. ആ വ്യത്യാസം അവിടെ ഉണ്ട്. ഇനി രണ്ടും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പൊ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? ഡയമെൻഷൻ സെയിം ആയിരിക്കും. രണ്ടും MLT raised to -2 ആയിരിക്കും. ഫോഴ്സിന്റെ ഡയമെൻഷൻ ബൈഹാർട്ട് ചെയ്യണം. MLT raised to -2 അല്ലെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു M into A, M into LT raised to -2, MLT raised to -2. അതും ഡൈൻസും ഫോഴ്സ് തന്നെയാണ്. സോ MLT raised to -2 ആയിരിക്കും. MLT raised to -2 ആയിരിക്കും. എന്താ ഡിഫറൻസ്? ഒന്നില് മീറ്റർ ആണെങ്കിൽ മറ്റേതില് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ M1 M2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, M1 M2. അതുപോലെ ഒന്നില് ലെങ്ത്, അപ്പോൾ ഞാൻ എല്ലാം SI മൊത്തം എന്ത് ചെയ്യാണ്? 1 കൊടുക്കുകയാണ് സഫിക്സ് കേട്ടോ. അപ്പൊ M1 L1 T1 അതുപോലെ M2 L2 T2. എന്താ റീസൺ? ഓരോന്നിലും ലെങ്ത് മെഷറും ടൈം മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, മാസം 1 കിലോഗ്രാം ആണെങ്കിൽ മറ്റേത് എന്താണ്? ഗ്രാമാണ്. ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ മറ്റേത് എന്താണ്? സെന്റിമീറ്റർ ആണ്. അപ്പൊ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ M1 L1 T1 raised to -2, M2 L2 T2 raised to -2. രണ്ടും ഫോഴ്സ് ആണ്, MLT raised to -2 ആണ്. സിസ്റ്റത്തില് ഓരോന്നും മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? M1 L1 T1 raised to -2 എന്നും മറ്റേത് M2 L2 T2 raised to -2 കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടും ഫോഴ്സ് ആയതുകൊണ്ട് MLT raised to -2, പക്ഷെ രണ്ടിലും ഓരോ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ഡിഫറെന്റ് ആയതുകൊണ്ട് M1 L1 T1 raised to -2, M2 L2 T2 raised to -2. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് let N1 M1 L1 T1 raised to -2 equal to N2 M2 equal to N2 M2 L2 T2 raised to -2. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു സിസ്റ്റം ഈക്വൽ ടു സെക്കൻഡ് സിസ്റ്റം. M1 L1 T1 raised to -2 വരാൻ കാരണം എന്താ? ഫോഴ്സ് ആയതുകൊണ്ടാണ് അല്ലെ. ഇവിടെയും ഫോഴ്സ് തന്നെയാണ്. എന്തുകൊണ്ട് M1 L1 T1 വരാൻ കാരണം? SIക്കകത്ത് മീറ്ററും കിലോഗ്രാമും സെക്കൻഡും ആണെങ്കിൽ CGSലോ സെന്റിമീറ്ററും ഗ്രാമും അതുപോലെ സെക്കൻഡും ആണ്. അപ്പൊ M1 L1 T1, M2 L2 T2. ഓക്കെ, അതുപോലെ N1 N2 ആ കൺവേർഷനിലെ വ്യത്യാസമാണ്. കൺവേർഷൻ വരുന്ന വ്യത്യാസമാണ്, റൈറ്റ്? അപ്പൊ സഫിക്സ് 1 എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്റ്റാൻഡ്സ് ഫോർ SI സിസ്റ്റം. SI സിസ്റ്റം. അതുപോലെ സഫിക്സ് 2 എന്താണ്? അത് CGS സിസ്റ്റം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കൺവേർട്ട് ചെയ്യണം. SI ടു CGS ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫോഴ്സ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. MLT raised to -2, M2 MLT raised to -2. സിസ്റ്റം മാറിയതുകൊണ്ട് M1 L1 T1, M2 L2 T2. സിസ്റ്റം മാറുന്ന സമയത്ത് അതിൽ കൺവേർഷൻ ഫാക്ടർ ഉണ്ട്. അപ്പൊ N1 N2 കൊടുക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ 1 Newton is equal to 10 raised to 5 times ആണ് പ്രൂവ് ചെയ്യേണ്ടത്.
ഓക്കെ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ്? അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റിലേക്ക് എത്തിയാൽ മതിയല്ലോ. അപ്പൊ നോക്കാം, ഇതാണ് n1. ഓക്കെ, ഇതാണ് n1. ഇതെന്താ? ഇത് m1 l1 t1⁻². ഈക്വൽ ടു ഇതാണ് n2 10⁵. ബാക്കിയുള്ള ഡൈൻസ് വേറെ സിസ്റ്റം ആണ്. അപ്പൊ എന്ത് വരും? അത് m2 l2 t2⁻². ഓക്കെ, അപ്പൊ n1 വാല്യൂ എത്രയാ? n1 1 ആണ്. ഓക്കെ, എസ്ഐയിലെ ഏത് ഫാക്ടറിനെ കൺവേർട്ട് ചെയ്യണേ? 1 കൺവേർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് എന്ത് n2 കിട്ടണം? n2 10⁵ കിട്ടണം. ക്ലിയർ അല്ലേ പറയുന്നത്? 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻസ് കൺവേർട്ട് ചെയ്യണം. അപ്പൊ n1 എസ്ഐ സിസ്റ്റം ആണ്. എത്രയാണ്? 1 ആണ് കൺവേർട്ട് ചെയ്യണം. 1 ന്യൂട്ടൺ ആണ് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ? അപ്പൊ n1 m1 l1 t1⁻². അപ്പൊ എങ്ങടാ കൺവേർട്ട് ചെയ്യണേ? സീരീസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ എത്രയാണ് നമ്പർ ഉള്ളത്? n2 10⁵ ആണ്. ബാക്കി ഡൈൻസ് ഫോഴ്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ n1 എന്ന് പറയുന്നത് 1 ആണ്, മനസ്സിൽ വെക്കുക. അവിടെ കിടന്നോട്ടെ. ഓക്കെ, നമുക്ക് ആ 10⁵ ആണ് കിട്ടേണ്ടത്. 10⁵, അതായത് n2 10⁵ കിട്ടണം. അപ്പൊ അത് കൺവേർഷൻ ആയി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇതെല്ലാം എല്ലാ ക്വസ്റ്റിനും വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ലെറ്റ് n1 എന്താണ് ക്വാണ്ടിറ്റി? അത് ഫോഴ്സ് ആണെങ്കിൽ ml t⁻². ഇനി എനർജി ആണെങ്കിലോ കൺവേർട്ട് ചെയ്യണേ ml² t⁻². എടുക്കുക. സിസ്റ്റം ഒന്നാണെങ്കിൽ m1 l1² t2⁻², m1 l1 t1⁻². അതുപോലെ സിസ്റ്റം 2 സീരീസ് ആണെങ്കിലോ m2 l2² t2⁻². എനർജി ആണെങ്കിൽ. ഓക്കെ, ആ സഫിക്സ് മാത്രം ശ്രദ്ധിക്കുക. രണ്ടും സൈഡും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ആ സഫിക്സിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ക്ലിയർ? എനർജി ആണെങ്കിൽ ml² t⁻². ഇവിടെ ഫോഴ്സിനെയാണ് കൺവേർട്ട് ചെയ്യണേ, അതുകൊണ്ട് ml t⁻². സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിരിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് n2 അല്ലേ വേണ്ടേ? അപ്പൊ n2 is equal to n2 is equal to എന്താ പറയുക? n1 m1 l1 t1⁻² by m2 l2 t2⁻². ശരിയല്ലേ? കുഴപ്പമുണ്ടോ? നമുക്ക് ആ n2 എന്ത് കിട്ടിയാൽ മതി? n2 10⁵ ഡൈൻസ് 10⁵ കിട്ടിയാൽ മതി. ബാക്കി ഡൈൻസ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. അതവിടെ ഉണ്ട്. ഏതാ? m2 l2 t2⁻². ഡൈൻസ് എന്താണ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. സീരീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ? സിസ്റ്റം മാറിയാലും ഡയമെൻഷൻ മാറാൻ പോലില്ല. സിസ്റ്റം മാറിയാലും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്, ഡയമെൻഷൻ മാറാൻ പോലില്ല. ml t⁻² തന്നെയാണ്. എന്താ വ്യത്യാസം വരുന്നത്? അത് സെക്കൻഡ് സിസ്റ്റം ആയതുകൊണ്ട് സീരീസ് ആയിട്ട് നമ്മൾ സഫിക്സ് കൊടുത്തിട്ടുണ്ട് m2 l2 t2⁻². മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന. അപ്പൊ നമുക്ക് ആ n2 എന്ന് പറയുന്നത് 10⁵ കിട്ടിയാൽ മതി. അപ്പൊ n2 is equal to എഴുതി. ക്ലിയർ? ഓക്കെ, ബാക്കി നോക്കാം. ഈക്വൽ ടു n1 നമുക്കറിയാം 1 ആണെന്നറിയാം അല്ലെ? n1 1 ആണ്. നമ്മൾ 1 ന്യൂട്ടൺ ആണ് കൺവേർട്ട് ചെയ്യണേ. അപ്പൊ 1 ആണ് കൂടെയുള്ള നമ്പർ ഡിജിറ്റ് എന്ന് പറയുന്നത്. n1 1 ആണ്. സോ 1 ഇൻറ്റു ഇനി m1 l1 t1⁻². ഓക്കെ ഇരിക്കല്ലേ? m1 ഏത് സിസ്റ്റം? എസ്ഐ സിസ്റ്റം ആണ്. m4 മാസ് ആണ്. എന്താ മാസിൽ വരുന്നത്? 1 കിലോഗ്രാം അല്ലേ എസ്ഐനത്? അല്ലെ? സഫിക്സ് 1 സ്റ്റാൻഡ്സ് ഫോർ എസ്ഐ സിസ്റ്റം. അതിലെ m1 എന്താ? എസ്ഐയിലെ മാസ് ആണ്. എത്രയാ മാസ് വരുന്നത്? ക്വാണ്ടിറ്റി എത്രയാ? 1 കിലോഗ്രാം ആണ് അല്ലെ? എസ്ഐയിലെ മാസിന്റെ യൂണിറ്റ് എന്താ? 1 കിലോഗ്രാം ആണ്. അപ്പൊ 1 kg നമ്മൾ കൊടുത്തു. അടുത്തത് l1 ലെങ്ത് സഫിക്സ് 1 ആണ്, എസ്ഐ ആണ്. ലെങ്ത് എസ്ഐ എന്തെല്ലാം മെഷർ ചെയ്യുന്നത്? മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത് അല്ലെ? 1 മീറ്റർ കൊടുക്കാം. റൈറ്റ്? അടുത്ത t1 എന്താ? 1 സെക്കൻഡ് റേസ്റ്റ് എന്തുണ്ട്? -2. ഓക്കെ, താഴെ m2 മാസ് ആണ്, പക്ഷെ 2 ആണ്. സഫിക്സ് 2 എന്താ? സീരീസ് ആണ്. സീരീസിലെ മാസിന്റെ യൂണിറ്റ് എന്താ? 1 ഗ്രാം ആണ് അല്ലെ? സോ 1 ഗ്രാം കൊടുക്കുക. ദെൻ l2 ആണ്, ലെങ്ത് ആണ്, പക്ഷെ സഫിക്സ് 2 ആണ്, സീരീസ് ആണ്. എന്താ? സെന്റിമീറ്റർ ആണ് മെഷർ ചെയ്യുക അല്ലെ? സീരീസിനകത്ത്. ഇൻറ്റു t2 ടൈം ആണ്, സെക്കൻഡ് സഫിക്സ് 2 ആണ്, സീരീസ് ആണ്, സെക്കൻഡ് തന്നെയാണ് അല്ലെ? കുഴപ്പമില്ല. ഇങ്ങനെ കിട്ടും. -2 ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട്. ഓക്കെ, ബാക്കി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 1 കിലോഗ്രാം, 1 ഗ്രാം, 1 മീറ്റർ, 1 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? യൂണിറ്റ് എല്ലാം ഒരേപോലെ ആക്കണം. നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോ n2 is equal to n1 into 1 കിലോഗ്രാം ഞാൻ ഗ്രാമിലേക്ക് മാറ്റാം. 1 kg എത്ര ഗ്രാമാ? 1000 ഗ്രാം അല്ലെ? അപ്പൊ ഞാൻ 1 kg പകരം 1000 ഗ്രാം എഴുതാം. ക്ലിയർ? അടുത്ത 1 മീറ്റർ എത്ര സെന്റിമീറ്ററാ? 100 സെന്റിമീറ്റർ. അപ്പൊ ഇൻറ്റു 100 സെന്റിമീറ്റർ വരും. താഴെ 1 ഗ്രാം തന്നെ എഴുതാം. ഇൻറ്റു 1 സെന്റിമീറ്റർ തന്നെ എഴുതാം. ഓക്കെ, n1 1 ആയിരുന്നല്ലേ?
N1 ആയിരുന്നല്ലോ. Again, ഇപ്പൊ ഗ്രാമും കട്ടായി, സെന്റിമീറ്റർ കട്ടായി അല്ലെ, സെയിം തന്നെയാണ്. ഇപ്പൊ എന്താണെന്ന് നോക്കി, N2 is equal to 1 into 10 raised to 3 അല്ലെ, 1000 into അവിടെ 100 ഉണ്ട്, into 100. ഇപ്പൊ എന്താ വരിക, N2 is equal to 10 raised to 5. ഓക്കെ, കൺവേർട്ട് ചെയ്തു. ഇനി എഴുതാലോ. എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, N1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു അല്ലെ, N1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു N2 ഡൈമൻഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കണം അല്ലെ, വിത്ത് ഡൈമൻഷൻ. എന്താ പറയുക, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എന്താ N2 കിട്ടിയത്, N2 10 raised to 5 ആണ് കിട്ടിയത്, 10 raised to 5 ഡൈമൻഷൻ. അപ്പൊ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ശരിക്കും ആ N1 അല്ലെങ്കിൽ N2 ആണ് കണ്ടുപിടിക്കുന്നത്. N1 SA ആണെങ്കിൽ N2 ആയിട്ട് മിക്കവാറും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആ കൂടെയുള്ള N1 അല്ലെങ്കിൽ N2 ആണ് നമ്മൾ കണ്ടുപിടിക്കുക ഫാക്ടർ ആയിട്ട്. ഓക്കെ, അപ്പൊ 1 ന്യൂട്ടൺ എത്ര ഡൈമൻസ് ആണ്, 10 raised to 5 ഡൈമൻസ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യണേ. നേരത്തെ പറഞ്ഞ എനർജി ലിസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ എല്ലാവരും ക്ലിയർ ആയാലോ? ഓക്കെ അല്ലേ? ഇൻ കേസ് നമുക്ക് എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പോ ആ കേസിൽ 1 joule is equal to നമുക്ക് എർഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. CGS-ലെ എനർജിയുടെ യൂണിറ്റ് എന്താ, എർഗാണ്. നമ്മുടെ കൺവേർട്ട് ചെയ്യണം. 1 joule ഇത്ര എർഗായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര എർഗാന്ന് നമുക്ക് അറിയത്തില്ല. നേരത്തെ നമുക്ക് 10 raised to 5 ടൈംസ് ആണെന്ന് അറിയായിരുന്നു, പ്രൂവ് ചെയ്താൽ മതിയായിരുന്നു. ഇത് ജൂളിനെ എർഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 joule എർഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എന്തറിയണം, ആദ്യം ജൂൾ എന്തിനെ വിളിക്കാം, എനർജിയാണെന്ന് അറിയാം. എർഗോ എനർജി തന്നെയാണ്. അപ്പോ സെയിം ക്വാണ്ടിറ്റി ആണെങ്കിൽ യൂണിറ്റ് മാറിയാലും എന്ത് മാറാൻ പോടില്ല, ഡയമെൻഷൻ മാറാൻ പോടില്ല. രണ്ടും എനർജിയാണ്. അപ്പൊ എന്താ യൂണിറ്റ്, ഡയമെൻഷൻ ml² T⁻². ഇവിടെ എന്താണ്, ml² T⁻². 2 ml² T⁻² തന്നെയാണ്. പക്ഷേ ആ ഓരോ സിസ്റ്റം രണ്ട് സിസ്റ്റം ആണല്ലേ. ഒന്ന് SA ആണെങ്കിൽ അതെന്താണ്, CGS ആണ്. ഒന്ന് SA ആണെങ്കിൽ മറ്റേ എന്താ, CGS ആണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. SA-ല് ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണെങ്കിൽ CGS-ലോ സെന്റിമീറ്റർ ആണ്. അതുപോലെ മാസ് ആണെങ്കിലോ 1 കിലോഗ്രാമോ 1 ഗ്രാമോ ആണ്. അത് കാണിക്കാൻ വേണ്ടി M1 L1 T1 എന്ന് കൊടുത്തു, ഇവിടെ M2 L2 T2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാം, കൺവേർഷൻ അല്ലേ. അപ്പൊ എന്താ പറയുക, ലെറ്റ് N1 joule is equal to N2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ N1 joule എന്താ ഡയമെൻഷൻ വരുന്നത്, M1 L1 സ്ക്വയർ T1 raised to -2 അല്ലെ, ml² T⁻² ആണ് എനർജി, is equal to N2. എർഗ് എന്ത് തന്നെയാണ്, എനർജി തന്നെയാണ്. ഡിഫറൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് സഫിക്സ് 2 കൊടുക്കാം. M2 L2² T2 raised to -2. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ml² T⁻², സഫിക്സ് 1 സഫിക്സ് 2. നമുക്ക് എന്താ വേണ്ടേ, എത്ര എർഗാന്ന് വേണം അല്ലെ, എത്ര എർഗാന്നാ വേണ്ടേ. അപ്പൊ അതായത് N2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെ N2 is equal to എന്ത് വരും, N2 is equal to N1 M1 L1 square T1 raised to -2 by M2 L2² T2 raised to -2. ഓക്കെ, N1 നമുക്ക് അറിയാം എത്രയാ, 1 joule കൺവേർട്ട് ചെയ്യണം അല്ലെ, 1 joule കൺവേർട്ട്. അപ്പൊ N1 equal to 1 ആണ്. ഓക്കെ, N1 equal to 1 ആണല്ലോ കൊടുക്കാണ്. N2 is equal to 1 അവിടെ ഉണ്ട് ഇൻറ്റു M1 സിസ്റ്റം 1 സഫിക്സ് എന്താ സൂചിപ്പിക്കണം, SA ആണ്. അപ്പൊ M1 എന്താ വരിക, മാസ് അല്ലേ, 1 കിലോഗ്രാം വരും. സോ 1 kg വരും ഇൻറ്റു ലെങ്ത് L1. എന്താ L1 വരുന്നത്, L1 ലെങ്ത് ആണല്ലേ. ലെങ്ത് SA എന്താ, മീറ്റർ ആണ്. അപ്പോ 1 മീറ്റർ വരും. പോരാ സ്ക്വയർ ഉണ്ട് അല്ലെ, L² ഉണ്ട്. പിന്നെ T1 ടൈം സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് ഓൾ റേസ് ടു -2 വരും. താഴെ M2 സഫിക്സ് 2 ആണ്. CGS ആണ്. M മാസ് ആണെങ്കിലും എന്താ യൂണിറ്റ് വരുന്നത്, CGS-നകത്ത് ഗ്രാം ആണ് വരുന്നത് അല്ലെ. സോ 1 gram ഇൻറ്റു L2 ലെങ്ത് ആണ്, CGS-ലാണ് 1 സെന്റിമീറ്റർ. പോരാ സ്ക്വയർ ഉണ്ട് ഇൻറ്റു T2 സെക്കൻഡ് ആണ്, റേസ് ടു -2 ഉണ്ട്. ഓക്കെ, ക്ലിയർ. നോക്കാൻ ബാക്കി കൺവേർട്ട് ചെയ്യണം അല്ലെ. മുകളിൽ കിലോഗ്രാമും ഗ്രാമും ആണ്. സെക്കൻഡ് വഴി കട്ട് ചെയ്യാം, സെയിം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ മാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. 1 കിലോഗ്രാം ആണ്, 1 ഗ്രാം ആണ്. പിന്നെ ലെങ്ത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. 1 മാസാണ്, 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കിലോഗ്രാമിനെ ഗ്രാം ആക്കാം, അതാണ് ഈസി. സോ N2 is equal to 1 into കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ 1000 ഗ്രാം ബൈ 1 ഗ്രാം ഉണ്ട്. പിന്നെ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാം. അപ്പോൾ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 100 സെന്റിമീറ്റർ ആണ്. ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. താഴെ 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, അതുകൂടെ ഉണ്ടല്ലോ. സെക്കൻഡ് ഓപ്പൺ ആവശ്യം, റൈറ്റ്. അപ്പൊ 1 into 1000 ഗ്രാം കട്ടായി ഒരു 1000 ഉണ്ട്. ദെൻ ലെങ്ത് സ്ക്വയർ ഉണ്ട് അല്ലെ, സ്ക്വയർ ഉണ്ടല്ലോ. 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 ആയി.
താഴെ ഒരു സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലെ, താഴെ ഉണ്ട് ഒരു 1 സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് പറ്റും? സെന്റിമീറ്റർ സ്ക്വയർ കട്ടായി. ബാക്കി എന്താ വരും നോക്കി, 1 ഇൻറ്റു എത്ര 0 ഉണ്ട്, 3 4 7 അല്ലെ. അപ്പൊ ഇൻറ്റു ഇസ് ഈക്വൽ ടു 10⁻⁷ എന്ന് കിട്ടും. ഇൻറ്റു ഇസ് ഈക്വൽ ടു 10⁻⁷ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? കൊണ്ടേ കൊടുക്കാം. ദാറ്റ് ഈസ് 1 ജൂൾ ഈസ് ഈക്വൽ ടു അല്ലെ. എന്നോട് എന്തായിരുന്നു 1 ജൂൾ ഈസ് ഈക്വൽ ടു എന്നോട് 1 ആയിരുന്നു. എത്ര ഇറക്കാണ് ഇൻറ്റു എന്താ കിട്ടിയേ, 10⁻⁷ ആണ് കിട്ടിയേ. 10⁻⁷ ഇറങ്ങി കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യിച്ച ഫോഴ്സിന്റെയോ എനർജിയുടെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടും ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ ക്വസ്റ്റിനകത്ത് പ്രീവിയസിനകത്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് പഠനം ചെയ്യിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ചെയ്ത് പഠിക്കാം, കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫോക്കസ് ചെയ്തില്ല എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാണ്. ജസ്റ്റ് ഒരു 1 വേർഡ് മാത്രമാണ്. ഇൻ കേസ് വന്നാലോ, അതുകൊണ്ടാണ് ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഇൻ കേസ് ചിലപ്പോൾ കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെയിം ദി വീക്കസ്റ്റ് ഫോഴ്സ് എമംഗ് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സ് അറിയണം അല്ലെ. എത്ര ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്? 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ രണ്ടാമത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത്തെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമത്തെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് 4 ഫോഴ്സ് എന്ന് പറയുന്നത്. 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ എടുക്കാം. ഒന്ന് FG, ഒന്ന് FE, ഒന്ന് FW, ഒന്ന് FS. ഓക്കെ, FG ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, FE എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ദെൻ FW വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. FS എന്താ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇങ്ങനെ 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്. ഏതാ ക്വസ്റ്റ്യൻ? ഇതിൽ വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഇതിൽ വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒന്നാമത്തെയാണ് വീക്കസ്റ്റ് ഫോഴ്സ്. ഓക്കെ, വീക്കസ്റ്റ് ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് സ്ട്രെങ്ത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ FG is to FW is to FE is to FS എന്ന് പറയുന്നത് 1 is to 10⁻25 is to 10⁻36 is to 10⁻38 ആണ്. അപ്പോൾ ഈ റേഷ്യോ ഒന്ന് ഓർത്തിരിക്കണം ഞാൻ പറയില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാ? 1 ആരാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. തൊട്ട് താഴത്തെ ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, ഒരിക്കലും FW അല്ല, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, മാറിപ്പോയത് കേട്ടോ. അപ്പോ ഓർഡർ എങ്ങനെയാണ്? സ്ട്രെങ്ത്തിനനുസരിച്ച് ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. തൊട്ട് താഴെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. തൊട്ട് താഴെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്ക് ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർഡർ മാറിപ്പോരുതേ. വീക്കും സ്ട്രോങ്ങും അടുത്തടുത്തല്ല. വീക്ക് രണ്ടാമത്തിലാണ് വരുന്നത്. സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, മാറിപ്പോരുത്. ഓക്കെ, ഇനി റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും റേഞ്ച് കുറയതായിരിക്കും ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും റേഞ്ച് കുറവ് ഒരു ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ പറഞ്ഞ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസിനകത്തെ ന്യൂക്ലിയോൺസിനെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. റേഞ്ച് വളരെ കുറവാണ്. ഏറ്റവും റേഞ്ച് കുറവുള്ള ഫോഴ്സ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ്. റേഞ്ച് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഏതായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ ഇത് പഠിക്കാൻ. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് ചാപ്റ്ററിന് ഫിസിക്കൽ ചാപ്റ്ററിനകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഇല്ല എങ്കിൽ പോലും ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. 4 ഫണ്ടമെന്റൽ ഫോഴ്സ്: ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക് ന്യൂക്ലിയർ, സ്ട്രോങ് ന്യൂക്ലിയർ. ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ്, പേര് തന്നെയുണ്ട്. ഏറ്റവും വീക്കസ്റ്റ് ഏതാണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഓർഡർ നോക്കണം. ആദ്യം ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ, തൊട്ടടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ, റേഞ്ച് ഏറ്റവും കുറവാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ക്ലിയർ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി മൂൺ. അതൊന്നും ആവശ്യമില്ല, ഫോക്കസ് ചെയ്തില്ലാത്ത ടോപ്പിക്കാണ്. ഓക്കെ, ഒന്നും ഫോക്കസ് ചെയ്തിരിക്കത്തില്ല. വേണ്ട, നോക്കേണ്ട ആവശ്യമില്ല, ഫോക്കസ് ചെയ്തിരിക്കത്തില്ല. അതുപോലെ എററിന്റെ ടോപ്പിക്കും ഫോക്കസ് ചെയ്തിരിക്കത്തില്ല. അതില് സി പാർട്ട് മാത്രം നമുക്ക് നോക്കാം. Easy question ആണ്. A physical quantity is given by H equal to F_v²/L. F is the force, v is the velocity, and L is the angular momentum. L ചാടിക്കറി ലെങ്ത് ആണ് ചെയ്തിരിക്കുന്നത്. L is the angular momentum
ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് എച്ച്. ഡയമെൻഷൻ ഓഫ് എച്ച് കാണാം, ഈസി ക്വസ്റ്റ്യൻ ആണ്, നോക്കുക എല്ലാവരും. അപ്പൊ എന്തായിരുന്നു എച്ച് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാമല്ലോ, എച്ച് ഈസ് ഈക്വൽ ടു എഫ് വി സ്ക്വയർ ബൈ എൽ ആണ് അല്ലെ. അപ്പോ എച്ചിന്റെ ഡയമെൻഷൻ കാണും. എങ്ങനെ ചെയ്യണ്ടേ, ഓരോന്നിനും ഡയമെൻഷൻ കൊണ്ടേ കൊടുത്താൽ മതി. ഓക്കെ, ഡയമെൻഷൻ ഓഫ് എച്ച് ആണ് വേണ്ടത്. അപ്പൊ ഓരോന്നിനും എന്ത് ചെയ്യാം, ഡയമെൻഷൻ കൊണ്ടേ കൊടുക്കാം. അപ്പൊ ആദ്യം ഫോഴ്സ് അറിയാം, എം എൽ ടി റേസ് ടു മൈനസ് ടു. ഫോഴ്സ് എന്താണ്, എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ്. അടുത്തത് വി എന്താണ്, വി നോക്കിയേ മാറിപ്പോയത്, വി ഇസ് ദ വെലോസിറ്റി അറിയണം. എന്താണ് വെലോസിറ്റി, എൽ ടി റേസ് ടു മൈനസ് വൺ, എൽ ടി റേസ് ടു മൈനസ് വൺ. താഴെ എന്തുണ്ട്, എൽ ഉണ്ട്. എൽ ലെങ്ത് ആണോ, അല്ല, ആംഗുലർ മൊമെന്റം ആണ്. എൽ ആംഗുലർ മൊമെന്റ് ആണ്. അപ്പൊ ആംഗുലർ മൊമെന്റം ഡയമെൻഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ആലോചിച്ച് നോക്കാം. നമുക്കറിയാം എൽ ഈസ് ഈക്വൽ എന്താണ്, എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ് അല്ലെ. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ് അല്ലെ. എൽ ഈസ് ഈക്വൽ ടു ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആണ്, പഠിച്ചിട്ടുണ്ട്. ആർ ക്രോസ് പി ആണ്. അല്ല, ആർ എന്താ, ആ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എൽ ആണ്. ദെൻ പി എന്താണ്, പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. അത് എം എൽ മാസ് ഇൻടു വെലോസിറ്റി, എം എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. എം എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് എൽ എന്താ, ഡയമെൻഷൻ ഓഫ് എൽ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ ആണ്. മാറിപ്പോയത്. ഓക്കെ, ആംഗുലർ മൊമെന്റം ആണ് വേണ്ടത്. എന്താണ് ആംഗുലർ മൊമെന്റം അറിയില്ല എന്നുണ്ടെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ആർ എന്താ, റേഡിയസ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ പി എന്താ, ലീനിയർ മൊമെന്റം ആണ്. മാസ് ഇൻടു വെലോസിറ്റി ആണ്. മാസ് ഇൻടു വെലോസിറ്റി എന്ന് പറയുമ്പോൾ എം ഇൻടു എൽ ടി റേസ് ടു മൈനസ് വൺ വരും. അപ്പൊ മൊത്തത്തിൽ എന്ത് വരും, എൽ ഇൻടു എം എൽ ടി റേസ് ടു മൈനസ് വൺ, എൽ ഇൻടു എൽ സ്ക്വയർ. അപ്പൊ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ. അപ്പൊ ആംഗുലർ മൊമെന്റം എല്ലിന്റെ ഡയമെൻഷൻ കിട്ടിയല്ലോ. എന്താണ് കിട്ടിയത്, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ. അപ്പൊ ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു മൈനസ് ടു, വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് വൺ പോരാ, എന്തുണ്ട്, വി സ്ക്വയർ ഉണ്ട്. അപ്പൊ സ്ക്വയർ വേണം അല്ലേ, വി സ്ക്വയർ ഉണ്ട്. വീന്ന് മാത്രം എഴുതിയാൽ പോരാ, വീട് എന്തായിരുന്നു, എൽ ടി റേസ് ടു മൈനസ് വൺ, അതിന്റെ സ്ക്വയർ ഉണ്ട്. എൽ ടി റേസ് ടു മൈനസ് വൺ സ്ക്വയർ. താഴെ എന്തുണ്ട്, താഴെ എല്ലുണ്ട്, ആംഗുലർ മൊമെന്റം ഉണ്ട്. അറിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി, എന്ത് കിട്ടി, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ്. എല്ലാം എന്ത് ചെയ്യാം, കട്ട് ചെയ്യാൻ ആവശ്യമുള്ള കട്ട് ചെയ്യാം. എം എം കട്ടാവും, എം കട്ടായി. ദെൻ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിടാം അല്ലെ. എമ്മിന് വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലുണ്ട്, ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. ടി റേസ് ടു മൈനസ് ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൽ സ്ക്വയർ വരും അല്ലെ, എൽ സ്ക്വയർ വരും. പിന്നെ ടി റേസ് ടു മൈനസ് ടു വരും, ടി റേസ് ടു മൈനസ് ടു വരും. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് ടു ഉണ്ട്, എൽ സ്ക്വയർ ഉണ്ട്, ടി റേസ് ടു മൈനസ് ടു ഉണ്ട്. താഴെ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ, ടി റേസ് ടു മൈനസ് വൺ. അഗൈൻ എൽ സ്ക്വയർ കട്ടാവും, എൽ സ്ക്വയർ കട്ടാവും. പിന്നെ ടി റേസ് ടു മൈനസ് വണ്ണും ഒരു ടി റേസ് ടു മൈനസ് ടു കട്ടായിട്ട് ടി റേസ് ടു മൈനസ് വൺ വരും. ബാക്കി എന്താ ഉള്ളത് നോക്കാം. എല്ല് മാത്രമേ ഉള്ളൂ. ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു ടി റേസ് ടു മൈനസ് വൺ എന്താ വരിക, ടി റേസ് ടു മൈനസ് ടു. ഡയമെൻഷൻ ഓഫ് എച്ച് എന്ത് കിട്ടി, എൽ ടി റേസ് ടു മൈനസ് ടു എന്ന് കിട്ടി. ഡയമെൻഷൻ ഓഫ് എച്ച് എന്താണ് കിട്ടിയത്, എൽ ടി റേസ് ടു മൈനസ് ടു. ഒന്നുകൂടെ ചെക്ക് ചെയ്യണോ, ഫോഴ്സ് എം എൽ ടി റേസ് ടു മൈനസ് ടു, വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് വൺ ഓൾ സ്ക്വയർ. താഴെ എൽ ഉണ്ട്, എൽ ആംഗുലർ മൊമെന്റം ആണ്, ആർ ക്രോസ് പി ആണ്. പി എന്താ മൊമെന്റം ആണ്, എം എൽ ടി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ആർ റേഡിയസ് ലെങ്ത് ആണ്, എൽ ഇൻറ്റു എം എൽ ടി റേസ് ടു മൈനസ് വൺ, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ വരും. കൊണ്ടേ കൊടുത്തു, എം എം ക്യാൻസൽ ആയി. ദെൻ എൽ ടി റേസ് ടു മൈനസ് ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു, താഴെ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ, എം ക്യാൻസൽ ആയി അല്ലെ. പിന്നെ എന്താ ഉള്ളത്, എൽ സ്ക്വയർ കട്ടായി പോയി, എൽ സ്ക്വയർ കട്ടായി പോയി. ദെൻ ടി റേസ് ടു മൈനസ് വൺ താഴെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടി റേസ് ടു മൈനസ് ടു മേലുണ്ടായിരുന്നു, ഓരോന്ന് കട്ടായി, ബാക്കി ഒരു ടി റേസ് ടു മൈനസ് വൺ ഉണ്ട്. ദെൻ എല്ല് ഒരെണ്ണേ ഉള്ളൂ, ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു ടി റേസ് ടു മൈനസ് വൺ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്താ, എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ ടി റേസ് ടു മൈനസ് എൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ, അതായത് മോഷൻ ഇൻ വൺ ഡയമെൻഷനിലെ ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒക്കെ വരത്തുള്ളൂ. ഇൻ കേസ് എന്താ പറയാ, ചിലപ്പോൾ എന്തെങ്കിലും ഡിജിറ്റ്സ് വല്ലതും മാറിയാൽ മാത്രമേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഇത് നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കാം. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ ഇതില് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ടോപ്പിക്കും ഉണ്ട്. ആകെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമേ ഫോക്കസ് ഇല്ലാത്തുള്ളൂ. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വളരെ അപൂർവമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളൂ ആകെ. ബാക്കി എല്ലാ ക്വസ്റ്റിനും അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ചാപ്റ്റർ പൊതുവെ ഈസിയാണ്. ഞാൻ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കണം. ചുമ്മാ ബൈഹാർട്ട് ചെയ്യരുത്. അതിന് പകരം ഓരോ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണം ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡെറിവേഷൻ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്യും. അഗൈൻ ഒന്നുകൂടെ പറയാം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ട് പഠിക്കാം എങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഫോക്കസ് ഏരിയ എന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ടൈപ്പും കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കല്ലേ. Graph representing the motion of two bodies are shown below. State
with reason whether it can represent one dimensional motion. രണ്ട് ഗ്രാഫ് കൊടുത്തേക്കാണ്. ഈ രണ്ട് ഗ്രാഫും വൺ ഡയമെൻഷണൽ മോഷൻ ആണെന്ന് വെച്ചേക്കണം. അല്ലെങ്കിൽ റീസൺ എന്താണ്, ആണെങ്കിൽ റീസൺ എന്താണ്? ഓക്കെ, ഒന്നാമത്തെ ഗ്രാഫ് നോക്കാം. ഒന്നാമത്തെ ഗ്രാഫ് എന്തിന്റെ ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലെ. വൈ ആക്സിൽ വെലോസിറ്റി ആണ്, എക്സ് ആക്സിനകത്തോ ടൈമാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാൻ വേണമെങ്കിൽ അത് ഞാൻ അവിടെ തന്നെ പറയാം അല്ലെ. ഓക്കെ എല്ലാവരും. അപ്പൊ ഒന്നാമത്തെ ഗ്രാഫ് ഉണ്ടല്ലോ, വൈ ആക്സിൽ വെലോസിറ്റി ആണ്, എക്സ് ആക്സിൽ ടൈം ആണ്. ഇതൊരു വൺ ഡയമെൻഷണൽ മോഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ഇത് വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. എന്താ കാരണം? ഒരു ബോഡിക്ക് അറ്റ് എ ടൈം രണ്ട് മോഷൻ പോസിബിൾ അല്ല. നോക്കിയോടെ, അറ്റ് എ ടൈം നോക്കാം. ഞാൻ നിങ്ങളെ ഗ്രാഫ് വരയ്ക്കാണ്. ആ ടൈം എന്ന് പറയുന്ന ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാണ്. ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ ഓക്കെ. അറ്റ് എ ടൈം ആ ബോഡിക്ക് എന്തുണ്ട്? രണ്ട് വെലോസിറ്റി ഉണ്ട്. ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. കണ്ടോ? അറ്റ് എ ടൈം ആ ബോഡിക്ക് രണ്ട് വെലോസിറ്റി ഉണ്ട്. ഞാൻ ആ ഒരേ ടൈമില് ഒരു ലൈൻ വരച്ചു. എങ്ങനെ? ടൈമിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അപ്പൊ ഈ ഒരു ലൈനിനകത്തെ എല്ലാ പോയിന്റും ഒരേ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കി, ആ ലൈൻ രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രാഫിനകത്ത് ഒന്ന് മുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, താഴെയും മീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതായത് അറ്റ് എ ടൈം ആ ബോഡിക്ക് എത്ര വെലോസിറ്റി ഉണ്ട് നോക്കി. ഇവിടെയും ഒരു വെലോസിറ്റി കാണാൻ പറ്റും, അതുപോലെ ഇവിടെയും ഒരു വെലോസിറ്റി കാണാൻ പറ്റും. രണ്ട് വെലോസിറ്റി ഉണ്ട്. ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് വൺ ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ആ ബോഡിക്ക് അറ്റ് എ ടൈം ഒരു ഇൻസ്റ്റന്റ് ഒരു വെലോസിറ്റി മാത്രമേ കാണുള്ളൂ. ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ അത് എന്ത് മോഷൻ അല്ല? വൺ ഡയമെൻഷൻ മോഷൻ അല്ല. റീസൺ മനസ്സിലായില്ലേ? അറ്റ് എ ടൈം ഒരു ബോഡിക്ക് വൺ വെലോസിറ്റി മാത്രമേ പറ്റുള്ളൂ. ഞാൻ എവിടെ നോക്കി വേറെ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. എഗെയിൻ ഇവിടെയും ടൈം സെയിം ആണ് അല്ലെ. വൈ ആക്സ് നോക്കി, എക്സ് ആക്സ് നോക്കി, ടൈം സെയിം ആണ്. ടൈം സെയിം ആണ്. പക്ഷേ എന്ത് പറ്റി? രണ്ട് വെലോസിറ്റി ഉണ്ടാവും അല്ലെ. ഞാൻ ഇങ്ങോട്ട് വരച്ചാൽ എനിക്കൊരു വെലോസിറ്റി കിട്ടും, അതുപോലെ ഇങ്ങോട്ട് വരച്ചാൽ എന്ത് കിട്ടും? ഒരു വെലോസിറ്റി കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അറ്റ് എ ടൈം ഡിഫറെന്റ് വെലോസിറ്റി കിട്ടുന്നുണ്ട്, രണ്ട് വെലോസിറ്റി കിട്ടുന്നുണ്ട്. എന്താ കണ്ടീഷൻ? അറ്റ് എ ടൈം ഒരു വെലോസിറ്റി മാത്രമേ പാടുള്ളൂ. ഇവിടെ ഒന്നിക്കൊണ്ട് വെലോസിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്രാഫ് പോസിബിൾ അല്ല, വൺ ഡയമെൻഷൻ മോഷൻ അല്ല. ക്ലിയർ?